ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 100x100 എന്ന ആനിമി സീരീസിൻ്റെ 3rd എപ്പിസോഡാണ്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഗോണും കുറാപ്പയും ലിയോറിയും 100 എക്സാം എഴുതാൻ വേണ്ടി പറന്ന് പോകുന്നതാണ്. നാവിഗേറ്റേഴ്സിൻ്റെ സഹായത്തോടെ 100 എക്സാം നടക്കുന്ന ജപ്പാൻ സിറ്റിയിൽ അവരെത്താണ്. അതിമനോഹരമായ ജപ്പാൻ സിറ്റി കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എക്സാം എഴുതുന്ന സ്ഥലത്തേക്ക് നാവിഗേറ്ററൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ നാവിഗേറ്റർ നിന്നിട്ട് കൈ ചൂണ്ടി കാണിക്കുകയാണ്. അത് കണ്ട് ഇവരെല്ലാവരും ആ ബിൽഡിങ്ങിലാണ് എക്സാം നടക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. ഇവരെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിൽ ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നാവിഗേറ്റർ സൈഡിൽ നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അവിടെയല്ല ഇവിടെ, എന്നിട്ടൊരു റെസ്റ്റോറൻറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കണ്ടതും ഇവരുടെ പ്രതീക്ഷയുള്ളതും പോയി. അതിൻ്റെ ഇടയ്ക്ക് ലിയോറിയോ നൈസായിട്ട് ചൂടാവുന്നൊക്കെയുണ്ട്. അപ്പോൾ നാവിഗേറ്റർ ഇവരെ കൺവിൻസ് ചെയ്ത് പറയാണ്, ഇങ്ങനത്തെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന് 100 എക്സാം എന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 100 എക്സാം എടുക്കുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. എന്നിട്ട് നാവിഗേറ്റർ ആ ഒരു ഷോപ്പ് ഓണറിൻ്റെ അടുത്ത്, അണ്ണാ 3 ബീഫ് റോസ്റ്റ് എന്ന് പറയാണ്. ഓക്കെ, ഇപ്പം തരാം, നിങ്ങൾ ബാക്കിത്തെ റൂമിൽ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറയാം. അങ്ങനെ ഇവർ ബാക്കിത്തെ റൂമിൽ പോവാണ്. കുറച്ചു നേരം കാത്തു നിന്നതിന് ശേഷം ബീഫ് റോസ്റ്റ് വരുന്നില്ലെന്ന് കണ്ട് ഗോൺ ആ നാവിഗേറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെ എൻ്റെ ബീഫ് റോസ്റ്റ്, എനിക്ക് വിശന്നിട്ട് വയ്യാം. അത് കേട്ട് കുറാപ്പിക പറയാണ്, എടാ മണ്ട, അത് നമ്മളെ 100 എക്സാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു കോഡ് ഭാഷയാണെന്ന് പറയാണ്. 10,000-ൽ 10 റൂക്കികൾ മാത്രമേ 100 എക്സാം എടുക്കുന്ന സ്ഥലത്തേക്ക് സക്സസ്ഫുൾ ആയി എത്തിച്ചേരുകയുള്ളൂ. പക്ഷേ 10,000-ൽ 5 റൂക്കികൾ മാത്രമേ 100 എക്സാം പാസ്സാവുകയുള്ളൂ. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിട്ട് പോലും നിങ്ങളിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നാവിഗേറ്റർ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ലിയോറിയോ പറയാണ്, 100 ആയിട്ട് വേണം എനിക്കൊന്ന് റിച്ച് ആവാൻ. റാപ്പിക ദേഷ്യപ്പെട്ടിട്ട്, എന്ത്, നീ പൈസക്ക് വേണ്ടിയാണ് 100 ആവുന്നത്? ക്രിമിനൽസിനെ അടിച്ചോടിക്കാനും പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും ആണ് ഹണ്ടേഴ്സ്. ഇവരിങ്ങനെ തല്ലോടിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ഗോൺ പറയുന്നു, ഈ റൂം എന്താ മേലോട്ട് പോകുന്നത്? അപ്പൊ കുറാപ്പിക പറയുന്നു, ഓ അത് ശരി, ഇതൊരു എലിവേറ്റർ ആണല്ലേ. അങ്ങനെ ആ ഒരു എലിവേറ്റർ കുറച്ചു നേരത്തിന് ശേഷം 100ാമത്തെ ഫ്ലോറിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് ആ വാതിൽ തുറക്കുന്നു. അപ്പോൾ അവർ 100 എക്സാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിന് വേണ്ടത്ര ആൾക്കാർ വരെ. ഇത്രയും ആൾക്കാരെ കണ്ടിട്ട് ഇവര് 3 ആൾക്കാരും ഞെട്ടുകയാണ്. ഇവരങ്ങോട്ട് എത്തിയ ശേഷം ഒരു പച്ച തലയുള്ള ആൾ വന്നിട്ട് ഇവർക്ക് 3 പേർക്കും ഓരോ ടോക്കൺ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ടോക്കൺ എപ്പോഴും നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് സുരക്ഷിതമായി വെക്കണം എന്ന് പറയാണ്. നിങ്ങൾ കളയാനും പാടില്ല എന്നും കൂടി പറയാണ്. അത് കഴിഞ്ഞ് കൊമ്പത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, ഹലോ കുട്ടികളെ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ എക്സാം എഴുതാൻ വരുന്നത്, എന്തെങ്കിലും അഡ്വൈസ് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോൺ, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ വരുന്നതെന്ന് മനസ്സിലായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നു, ഇതെന്നെ 35ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എക്സാം എഴുതാൻ വരുന്നത്, പക്ഷേ നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 35ാമത്തെ പ്രാവശ്യവും എന്ന് 3 ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയാണ്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട്, ഇതൊക്കെ എനിക്കൊരു ശീലമായിക്കണ്, എന്തായാലും എൻ്റെ പേര് ടോംപ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. അപ്പോൾ ഗോണിനെയും ലിയോറിയെയും കുറാപ്പയെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഗോൺ ചോദിക്കുകയാണ്, നിങ്ങളെ പോലെ എത്ര ആൾക്കാരുടെ ഉണ്ട് കുറേ കാലമായി എക്സാം എഴുതുന്നത്? അപ്പോൾ ടോംപ പറയുന്നു, ഞാനാവും ഏറ്റവും കൂടുതലും 10-15 പ്രാവശ്യം എക്സാം എഴുതിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാണ് ടോഡോ, ആൾ കാണാറ് പൊട്ടനാണെങ്കിലും ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ ഇതാണ് ബേർബൺ, അയാൾ നന്നായി പാമ്പിനെ വായിക്കും. പിന്നെ ഇതാണ് ബോഡോരോ, ആളൊരു കുൻഫു മാസ്റ്ററാണ്. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ പേരെന്താ നിങ്ങൾ കേട്ടോണേ, അമോരി, ഇമോരി, ഉമോരി. ഇയാളാണ് ഗെരട്ട. ഇയാൾക്ക് പാറ്റകളെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇതിനേക്കാളും ഉണ്ട്, എന്നാലും ഇത്രയൊക്കെയാണ് ഏകദേശം എന്ന് ടോംപ പറയാണ്. അതിനുശേഷം ഒരാൾ മറ്റൊരാളെ കൂട്ടിയിടിക്കുകയാണ്. എന്നിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. അങ്ങനെ ഇവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വേദനയോടെ നിലവിളിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ്റെ കൈ ഇങ്ങനെ ഉരുക്കി പോകുന്നത്. അപ്പോൾ അവൻ പറയണേ, എന്താ മോനെ, ആരെല്ലൊക്കെ പോയിരിക്കുമ്പോൾ സോറി പറയണം എന്നൊരു സൈക്കോയുടെ പോലെ അവൻ പറയാണ്. അപ്പോൾ ടോംപ പറയുന്നു, ഇവൻ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഒരു എക്സാമിനറിനെ കൊന്ന കാരനാണ് കഴിഞ്ഞ കൊല്ലത്തെ 100 എക്സാമിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ലിയോറിയോ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു, എന്ത്, എക്സാമിനറെ കൊന്നു? എന്നിട്ട് ഇയാൾ എക്സാം എഴുതാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഓരോ വർഷവും പുതിയ എക്സാമിനർ ആവും. അപ്പോൾ ആണെങ്കിൽ ചെകുത്താനും വരെ ഇവിടെ വന്ന എക്സാം എഴുതി ജയിച്ചിട്ട് പോകും. അപ്പോൾ ടോംപ പറയുന്നു, അവൻ്റെ പേരാണ് ഹിസോക്ക, അവനൊരു മാജീഷ്യനാണ്, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവൻ്റെ അടുത്തൊന്ന് പോയി ഫൈറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. അങ്ങനെ ടോംപ പറയുന്നു, അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുക. 3 ആൾക്കാർ. ഇവരാണെങ്കിൽ ഇത്ര നേരം ഓടി ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ജ്യൂസ് മേടിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടുന്ന വേറെ ആൾക്കാർ ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് വെച്ചാൽ ടോംപയാണെങ്കിൽ അതിൽ പോയിസൺ കലക്കിയിട്ടുണ്ട്. അപ്പോൾ ടോംപ മനസ്സിൽ പറയാണ്, നല്ല ദാഹം ഉണ്ടാവില്ലേ, പെട്ടെന്ന് കുടിച്ചോ,
അയാൾക്ക് പെട്ടെന്ന് തന്നെ സ്വർഗ്ഗത്തിലെത്താം. ഗോണാണെങ്കിൽ അത് കുടിച്ച സമയത്ത് തന്നെ ഫുള്ള് തുപ്പിക്കളയും. എന്നിട്ട് പറയാണ്, അയ്യേ ഇതിനെന്താ ഇങ്ങനത്തെ ഒരു ചോയ, ഇത് എക്സ്പയർ ആയിക്കാണ്, ആരും ഇത് കുടിക്കണ്ടെന്ന് പറയാണ്. അത് കേട്ടില്ല ഇവര് അപ്പം തന്നെ തുപ്പിക്കളയാണ്. എന്നിട്ട് ടോംപ മനസ്സിൽ ചിന്തിക്കുകയാണ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആ പോയിസണ് പ്രത്യേകിച്ച് ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇവനെ എങ്ങനെ മനസ്സിലായി? അപ്പോൾ തന്നെ ഗോൺ പറയാണ്, ഞാനൊരു മലമുകളിലാണ് താമസിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേട് വന്നത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഗോൺ പറയും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ട ടോംപ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. പോയത് പോയി, ഇനി എന്തായാലും അടുത്ത ആളെ പിടിക്കാന്ന് പറഞ്ഞ് വേറെ ആളെ തപ്പി പോവാണ്. അപ്പോഴാണ് ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് നേരത്തെ തന്ന ജ്യൂസ് ഒന്നുകൂടി തരുമോ എന്ന് ചോദിക്കും. അവന്റെ പേരാണ് കിലുവ. അവനാണെങ്കിൽ ജ്യൂസ് രണ്ടാമത്തെ പ്രാവശ്യം കുടിക്കുകയാണ്. ഇതേട് ടോംപ് ഒന്ന് ഞെട്ടുകയാണ്. ഇവൻ ഇത് എന്തിന്റെ കുഞ്ഞ്? ഒന്നല്ല 2 പ്രാവശ്യമാണ് ഇവൻ ഈ പോയിസൺ കുടിച്ചത്, എന്നിട്ടും ഇവനൊരു കുഴപ്പമില്ല. എന്താ പേടിച്ചു പോയാ, ഞാൻ ട്രെയിനഡാണ്, എനിക്ക് പോയിസൺ ഏൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ കൂളായി നടന്നു പോകും. പോയിസണോ? അപ്പൊ ഇവന് ആദ്യം തന്നെ ഇതൊക്കെ അറിയായിരുന്നു. ഇത് എനിക്ക് വട്ടായതാണോ അതോ ഇവർക്ക് എല്ലാവർക്കും വട്ടായതാണോ എന്നൊക്കെ ടോംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. അതാണെങ്കിൽ ഒരു എക്സാം എടുക്കുന്ന ഒരാളൊന്ന് ഓഫ് ആക്കുകയാണ്. എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി. 400 സംതിങ് ആൾക്കാരാണ് ഈ ഒരു എക്സാം എഴുതാൻ വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരെ ഇനി ചേർക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു എക്സാം എടുക്കുന്നതിനിടക്ക് നിങ്ങൾക്ക് സീരിയസ് ആയി ഇഞ്ചുറി പറ്റാനും ചിലപ്പോൾ ചാവാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എക്സാമിന് താല്പര്യമില്ലാത്തവർ ബാക്കിൽ കാണുന്ന എലവേറ്ററിലൂടെ പോകാവുന്നതാണ്. എന്നിട്ട് എക്സാം എടുക്കുന്ന ആൾ പറയുകയാണ്, ഈ ഒരു എക്സാമിന് പല പല ഫേസുകളുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫേസാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസിൻ്റെ റൂൾസ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്ത് വന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ് അയാൾ നല്ല സ്പീഡിൽ നടക്കാൻ തുടങ്ങിയാണ്. പക്ഷേ എനിക്കിത് എപ്പോൾ നിൽക്കും, എപ്പോൾ എവിടെ എങ്ങനെ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എൻ്റെ മുന്നിലെത്താൻ പാടില്ല, നിങ്ങൾ നല്ല ബാക്കിലും ആവാൻ പാടില്ല. എന്ത് വന്നാലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 100 എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസിലൂടെ തുടങ്ങുകയാണെന്ന് പറഞ്ഞ് 3rd എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, എങ്ങനെയും നിങ്ങളൊരു 50 ലൈക്ക് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.